ആരാ ഇത് കുഴിച്ചിടുക? ഞാൻ അല്ലാണ്ട് ആരാ? ഞാൻ കുഴിച്ചിടാം. എവിടെയാണാവോ കുഴിച്ചിടേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? കുഴിച്ചിട്ടാ പോരെ, വളവും ചെയ്യണോ? അഭിപ്രായങ്ങൾ വേണ്ട. വേണ്ട, ഇങ്ങോട്ട് വരൂ. ദുരാത്മശക്തി അനവധീനാവുമ്പോ തളച്ചേ പറ്റൂ. ആദ്യ വിഘ്നവിധി, ഈ കുടം പടിപ്പുരയ്ക്ക് മുന്നിൽ കുഴിച്ചിടുക. അത്രേ ഉള്ളോ? കുഴിച്ചിടാലോ. വെറുതെ പോരാ, കുടം കൊണ്ടുപോണ ആളെ ആരും കാണരുത്, അയാൾ ആരെയും നോക്കരുത്. അത് ഞാൻ കണ്ണടച്ചോളാം. അത് മാത്രം പോരാ, ഇയാളെ ആരോട്ട് കാണാനും പാടില്ല. അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ കഴിയാ? കണ്ടാ കണ്ടോ, അത്രേ ഉള്ളൂ. വിട്ടി ഇവിടെ ഉണ്ട്. കണ്ടാ നിനക്കാ ദോഷം. ഭ്രാന്താ വരാൻ പോണേ. തിരികെ തരാൻ പാടില്ല. ഇവിടെ വെക്കാ. താഴെ വെക്കരുത്. എന്നാ ഈ മന്ത്രം കണ്ടു ചൊല്ലിക്കോളൂ. ഇനി മന്ത്രം ചൊല്ലണോ? ഭവാനി ത്രിസന്ധ്യ, ഭവാനി ത്രിസന്ധ്യ, സർവസ്ഥായാനേ സർവസ്ഥായാനേ, മധ്യമാനസം മധ്യമാനസം, ഗോപുരം വിഘ്നാങ്കരേ, ഗോപുരം വിഘ്നാങ്കരേ. 2-3 വർഷം കൂടി സുബോധത്തോടെ ജീവിച്ചിരിക്കണമെന്നുണ്ട്. ആരെ കുഴിച്ചിടാൻ തന്നെയാ പോണേ. നിന്ന് കണ്ണടയ്ക്ക. ഇനി കണ്ണു അടയ്ക്കണോ? അടയ്ക്ക. ഭവാനി ഭാര്യനല്ലേ? അച്ഛന്റെ വീട് കാണാൻ എന്ത് രസാ. ഇതാണ് ഊട്ടുപുര. ഉപ്പുമാങ്ങ കട്ടിലിനാറല്ല. കണ്ടു എന്നെ. ഭവാനി എന്നെ കൊണ്ട് ഞാൻ തോറ്റടി. ഒന്ന് പോച്ചേട്ടാ. ഭവാനി ആരാത്? ഭവാനി 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 ത്രിസന്ധ്യ. ഭവാനി എന്ന നിന്റെ പേര് വിളിച്ച് ത്രിസന്ധ്യക്ക് കാണാമെന്ന് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് പറയാൻ തക്കവണ്ണം ആർക്കാണ് ഇത്ര പരിചയം? സത്യം പറഞ്ഞോളാം, ഇല്ലെങ്കിൽ തെറ്റാ വിളിച്ചോ. നല്ല കൂത്ത്. ഞാൻ ഈ പ്രദേശത്ത് കാല് കൂത്തുന്ന എന്നെ ആദ്യമായിട്ടാ. കാലം 5 പിള്ളേരായിട്ട് പോലും. 4 5 5 6. 6 പിള്ളേരായിട്ട് പോലും ഞാൻ ഈ പ്രദേശത്ത് വരുന്ന ആദ്യമായിട്ടല്ലേ? പിന്നെ എങ്ങനെ പരിചയക്കാരുണ്ടാവും? ഓ, അപ്പൊ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭവാനിന്ന് വിളിക്കാൻ ആളുണ്ടാവും അല്ലേ? അയ്യേ, ഈ മനുഷ്യന് ഭവാനി 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 അയ്യോ, ഇത് കുടുംബ അടക്കം ഭ്രാന്താണോ? കൊണ്ടില്ല, അതും കൊണ്ടില്ല, അതും കൊണ്ടില്ല. ഇതെന്ത് പോലീസ്? എന്നെ കണ്ടു. കുടം അടിച്ചു മാറ്റിയത് ഒരു പെറ്റി കേസായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഭവാനി നിനക്ക് അങ്ങനെ അറിയാം? തന്ത്രി പറഞ്ഞിട്ടാ. തന്ത്രിക്ക് ഭവാനി അറിയാമോ? അറിവുണ്ടായിരിക്കണല്ലോ. കണ്ടടാ, ഞാനും കണ്ടുപോയി. ഭ്രാന്തോ? കുടം അടിച്ചു മാറ്റാനുള്ള പ്ലാനായിരുന്നല്ലോ. ഞാൻ പോലീസല്ലേ. തൊണ്ടി കൈ കിട്ടിയപ്പോ 4 പൂശൊക്കെ പൂശി. തൊണ്ടി ദൂശകുനം വിഘ്നങ്ങളെന്ന് പ്രശ്നത്തിൽ കണ്ടത് വെറുതെ അല്ല. തന്നോട് ആരാ പറഞ്ഞ ഇവനെ പിടിക്കാൻ? പോലീസ് കൊടം ഗോപിച്ചെട്ടിപ്പാളയം ഓലക്ക. ഇവന് പ്രാന്ത് വന്ന താൻ ഉത്തരം പറയോ? നിർത്തുക. പുറത്തു പോവുക. തന്നോടല്ല, വിധിപ്രകാരം ആദ്യത്തെ തന്നെ മുടങ്ങി. കടക്കാ പണിക്ക് പുറത്ത്. ഇനി എല്ലാം ഉടച്ച് രണ്ടാമത് തുടങ്ങ. ഹന്ത്രിപ്പാടെ അച്ഛൻ എവിടായിരുന്നു? പറങ്ങോട്ടില്ലത്തി ഇന്ന് തിരക്കാ വേഗം. പറങ്ങോട്ടോ? ഒന്നും അറിയില്ല അല്ലേ? അത് മുത്തച്ഛന്റെ കാലം തൊട്ട് പറങ്ങോട്ടില്ലത്തുകാരാ വിരാജിത പൂജയ്ക്ക് തന്ത്രികള്. ഓ, പൂജ മുടങ്ങിയ പിന്നെ ബന്ധങ്ങൾ അറ്റു. ആരും ഇങ്ങോട്ട് വരാണ്ടായില്ലേ? ഇപ്പൊ വിരാജത്തിന്റെ 10ാം നാള് സമൃദ്ധം ഓതാൻ പറങ്ങോട്ടില്ലത്തുകാര് തന്നെ വേണോന്നാ പ്രശ്നത്തിൽ കണ്ടേ. ഓ, അതുകൊണ്ട് വടക്കേക്കരെ ചെന്ന് തിരക്കാ വേഗം. വേദം പഠിച്ച പുതിയ തലമുറക്കാരാരാച്ച വരാൻ പറയാ. ഉടനെ എത്തിക്കാം. എന്നാ പൊക്കോളാ. വാ. താനോടെ നിക്ക. ഓ, തന്നോടല്ല, പോക വേഗം. ഓ, കോളേജ് ഫീസ് ഇനിയിപ്പോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിന്റെ അച്ഛനെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. നീ കുറച്ചുനാൾ ലീവ് എടുത്താലോന്ന് നിരീക്ക ഞാൻ. അത് പരീക്ഷ അടുത്തിരിക്കുക. വേണ്ട, പഠിപ്പ് മുടക്കണ്ട. ഒരു കാര്യം ചെയ്യാ,
വിമാനത്താവളം വരെ ഒന്ന് പോകാ. യശോധരാദേവി വരുന്നുണ്ട്. അറിയോ ആരാന്ന്? ഇല്ല. എന്റെ ഓപ്പോളുടെ ചെറുമോളാ. യൂണിസെഫിൽ വലിയ ഓഫീസർ അവള്. ബാംഗ്ലൂരിനാ പറഞ്ഞേ. അവളുടെ കൂടെ ആങ്ങള ശങ്കരന്റെ മകള് ഉണ്ടാവും. ഗായത്രി. ടാക്സിയിൽ കൂട്ടി വരിക. 1 2 മോനെ മനു കാശടിക്കാൻ വരുന്ന വരവാ. അച്ഛനല്ലേടാ. പിടിക്കല്ല. വേണ്ട, ഞാനാ പറയണം. വേണ്ട, കുട്ട കിട്ടാന്നൊക്കെ വിളിക്കണ എന്താണെന്ന് എനിക്കറിയാം. എന്നെ നോക്കിക്കേ, ഒരര മതി. എയർപോർട്ടിലെ നല്ല ബെസ്റ്റ് സാധന വിമതൻ. ഓ, വിപതം മേടിച്ചപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പോക്കറ്റിൽ പോയത് 58 രൂപ. അറിയോ? എന്റെ കുട്ട, ഈ പണ്ടാര പൂജ കഴിയിൽ വരുന്നത് പിടിച്ചു നിൽക്കാന് ഒരു ഉറപ്പിന്. വന്നടാ അടുത്ത വെടുക്കെട്ടുകൾ. എന്താ പ്രശ്നം? വളരെ സിമ്പിളാ. ഇയാൾക്ക് മതവിളകി. മതം തുമാരാ മാംകോ ചെയ്തോ. അയ്യോ, നിർത്ത്. കാര്യം എന്താന്ന് വെച്ചാ പറ. എവിടെ എന്റെ ഉടപ്പറന്നോളാം. ഈ കോന്തൻ ആരാണെന്ന് അറിയാമോ? ആരാ? ഇവിടെ കെട്ടിയോ? അങ്ങനെ ഒരു അബദ്ധം പറ്റി എനിക്ക്. അബദ്ധം പറ്റി. ഈ അലക്കുകാരനോട് ഒളിച്ചോടി പോയ എന്റെ ഉടപ്പറന്നോൾക്ക് അബദ്ധം പറ്റി. അലക്കാരനോട് ഒളിച്ചോടി പോയതുകൊണ്ട് തമ്പുരാട്ടി ഇപ്പൊ തേച്ച് മിനിക്കുന്ന പോലെ ഇരിക്കുന്നു. എടാ, ഞാൻ ആരാണെന്ന് അറിയാമോ? ബോംബെയില് ബോംബെ കരിക്കും പറ്റി തട്ടി മുട്ടി നടത്താൻ ഈ പഠിപ്പരേത് കയറി വന്ന് വീട്ടുകലഹമാ. വല്യത്ത, എന്റെ മനയിൽ തുണി അലക്കി വെളുപ്പിച്ച് കറങ്ങി നടന്ന് എന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുപോയനെ ഇവൻ. പിന്നെ ഇന്ന് ആദ്യമായിട്ട് ഇവനെ ഞാൻ കാണുന്നത്. ഇവൻ ഈ പഠിപ്പരക്കകത്ത് കേട്ടത് അധികം ആരും ഇങ്ങോട്ട് വളമണ്ട. ഈ കോലത്ത് വന്ന് കയറാൻ തനിക്കെന്താണോ അവകാശം? ഇവിടുത്തെ പെണ്ണിനെ കെട്ടിയത് ഒഴികെ പൂജയാ പ്രധാനം. ഒന്നൊഴിയാതെല്ലാരും എന്ന വിധിക്രമം നിറവേറ്റാൻ ക്ഷമിക്കുക. ഇപ്പൊ ഞാൻ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. ഇല്ലാച്ച തളർത്തും. കടന്നു പോകത്തേക്ക്. ചൂട് 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 തുടങ്ങിപ്പോയി ചൂട്. ആരയുടെ ആവശ്യം ഇപ്പൊ മനസ്സിലായോ നിനക്ക്? എയർപോർട്ടിലേക്ക് പോണ വഴിക്കാ പറങ്ങോട്ടില്ല. അവിടെ കയറി വേദം പഠിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കും. ഇതൊക്കെ അച്ഛനായിക്കോടെ. എല്ലാം വെച്ച് മടക്കി ഇങ്ങോട്ട് തെറ്റിയാ മതിയല്ലോ. അച്ഛന് വേണ്ടി ഒന്നും നെരുങ്ങടാ മോനെ. വേണ്ട വേണ്ട. ഇല്ലത്തിന്റെ പേരെന്തോന്നാ പറഞ്ഞ? പറങ്ങോട്ടില്ലം. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? അതെ, ഒരു വിവരം അറിയാനുണ്ടായിരുന്നു. എന്താ ഇങ്ങനെ? പ്രശ്നം വെച്ച് നോക്കിയപ്പോ 7-ാം നാള് സമർത്ഥം പറങ്ങോട്ടിലെത്തുന്ന ആള് വരണമെന്ന് കണ്ടിരിക്കണം. ഇവിടെ വന്ന് തിരക്കാൻ പറഞ്ഞു. അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ? ഇന്നല്ലേ നാളെന്ന് പറഞ്ഞിരിക്കുക. ഏത് നേരവും പിച്ചുമ്പയും പറിച്ചില്ല. ആൾക്കാരെ കണ്ടാ ഭയക്കും. പിന്നെ വിളിച്ചു കൂവലായി. വേറെ ആരെങ്കിലും ഇല്ലെത്തുന്ന? ഇല്ലത്തിപ്പ അങ്ങനെ ആരുമില്ല. ആഹാ, ഇന്നലത്തെ ബെസ്റ്റ് പോളിംഗ്. എങ്ങനെയുണ്ട് കോലത്തെത്തി തമ്പുരാട്ടിമാര്? വല്ലതും നടക്കുവോ? ചെന്ന് നോക്ക്, അപ്പൊ കാണാം. എയർപോർട്ടിലെ തമ്പുരാട്ടിയെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മോ, അത്രയ്ക്ക് അടിപൊളിയാ? അടിപൊളിയാന്നോ? എന്റെ അമ്മേ, ഇങ്ങനെയുണ്ട് തമ്പുരാട്ടിമാര്? കാണുമായിരിക്കും. തമ്പുരാട്ടിമാരല്ലേ? അത് പോട്ടെ, ഒരെണ്ണം പിടിപ്പിക്കുന്നോ? വേണ്ട, ഒരിറക്ക്. ആഹാ, പിള്ളേരെ പഠിപ്പിക്കാൻ നടക്ക? അപ്പച്ചിയുടെ മോനല്ലേ ചേട്ടനല്ലേ എന്നൊക്കെ വിചാരിച്ച് കാണാൻ വരുമ്പോ ഇങ്ങനെ? എടാ, നിന്റെ ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറും ഈ Y2K പ്രോജക്റ്റും സ്റ്റേറ്റ്സ് എന്ന അംബീഷനും ഒക്കെ കൊള്ളാം, നല്ലതാണ്. പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഇവനും അല്ലറ ചില്ലറ വളക്കലും തിരിക്കലും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലടാ ലൈഫ് ഒരു ത്രില്ലാവുള്ളൂ. ലൈഫ്. അപ്പൊ ഇതൊക്കെയാണ് ഡോക്ടർ സാറിന്റെ പാരാസൈക്കോളജി റിസർച്ച് തേങ്ങാക്കൊല. എടാ, ഈ ഡോക്ടർ സത്യനാഥൻ പാരാസൈക്കോളജി പഠിച്ചത് അതിന്റെ ഒരു ത്രില്ലും കൊണ്ടാ. അല്ലാതെ ഇന്നത്തെ കാലത്ത് അത് വെച്ച് പച്ച പിടിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അച്ഛനായിട്ട് ഓരോന്നും ഉണ്ടാക്കിയിട്ടിരിക്കുന്നോണ്ട് ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അതുപോട്ടെ, കോലത്ത് വന്ന വല്ലതും നടക്കൂ? എന്റെ അമ്മേ, ഇയാൾക്ക് ഇത് മാത്രം പറയാനുള്ളോ? വേറെന്ത് പറയാൻ? നീ പറ, നല്ല നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറ. എന്നാലും എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പോണു. അച്ഛൻ ഇതേപോലെ ഒരു അരയും പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കാവൂ. മൻകുട്ടാ, പോകാതെ നീ വന്ന കാര്യം പറ.
ഇന്നും ഞാൻ ആ സ്വപ്നം കണ്ടു. അതേ സ്വപ്ന? സെയിം. മുടി അഴിച്ചിട്ട് മുമ്പേ നടന്നു പോണ പെണ്ണ്, പിന്നെ കുറെ മുടിയുള്ള അയാള്. നീ വളരെ സൂക്ഷിക്കണം. ഏതോ ഒരു പെണ്ണ് നിന്നെ ശരിക്ക് വളയ്ക്കുന്നുണ്ട്. എന്നിട്ട് എവിടെയാ അവള്? ആ, അപ്പൊ പൂതിയുണ്ടല്ലേ? അമ്മ പറയണത് ആ. അമ്പലത്തിൽ പോയി മുട്ടുടയ്ക്കാനാ. മുട്ടുടയ്ക്കാനോ? ആ. ഇത് മുട്ടുടച്ചാലൊന്നും തീരില്ല മോനെ. റെക്കറിംഗ് ഡ്രീംസ് ആർ സംടൈംസ് പേഴ്സണൽ മിത്സ്. പക്ഷേ നിനക്കങ്ങനെ വറീസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ചിലപ്പോ ഒരു ടെലിപ്പതിക് സ്ട്രാൻഡ് ആവും. യു ആർ ഗെറ്റിംഗ് ആൻ ആസ്ട്രൽ സിഗ്നൽ ഫ്രം തുടങ്ങി ഒരു ടെലിപ്പതിക് സ്റ്റാൻഡും ആസ്ട്രൽ സിഗ്നലും. ചേട്ടൻ വെറുതെ പുളു അടിക്കല്ലേ? ഒളുവാ. എടാ, പാരാസൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ പഠിച്ച കള്ളന്മാരെന്ന നിന്റെ വിചാരം അല്ലേ? എന്നാൽ ഈ ഞാൻ ഡോക്ടർ സത്യനാഥ് പറയുന്നു, ഒരു ഇടിവെട്ട് പെണ്ണ് നിന്നെ കൊളുത്തും. അല്ലെങ്കിൽ എന്നതാ ഇങ്ങനെ വിളിച്ചോ.